നിഹാൽ സാർ എന്ന ഈ ഒരു ചാനൽ, അല്ലെങ്കിൽ എന്നെ പേഴ്സണലി ഫോളോ ചെയ്യുന്ന ആളുകൾ, എൻ്റെ ഈ ഒരു ചാനൽ ത്രൂ എന്നെ മനസ്സിലാക്കുന്ന, എൻ്റെ ക്ലാസ്സുകളിൽ കേൾക്കുന്ന, ഞാൻ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് ചിലപ്പം മനസ്സിലാവും ഈ ഒരു വീഡിയോ കുറച്ചും കൂടി എന്നെ സംബന്ധിച്ചുള്ള ഒരു പേഴ്സണൽ വീഡിയോ, കുറച്ചും കൂടി ഇമോഷണലി കണക്ട് ചെയ്തൊരു വീഡിയോ ആണ്. കാരണം നിങ്ങൾ ഇത്രയും കാലം എന്നെ കേട്ടുകൊണ്ടിരുന്ന ഒരു പ്ലാറ്റ്ഫോം, ഈ ഒരു യൂട്യൂബ് ചാനൽ വഴിയും എൻ്റെ ഇൻസ്റ്റാഗ്രാം വഴിയും നമ്മൾ പലപ്പോഴും പല പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഞാൻ പറഞ്ഞ പല കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യാറുണ്ട്. അതിലുപരി അപ്പാർട്ട് ഫ്രം ദാറ്റ് ഒരു അക്കാഡമിക് വൈസ് നിങ്ങൾ എന്നെ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്തൊരു ചാനലായിരുന്നു, അല്ലെങ്കിൽ ഒരു മീഡിയ ആയിരുന്നു എജ്യൂപോർട്ട്. ആ എജ്യൂപോർട്ടിൽ നിന്ന് എന്ത് ചെയ്യാണ്, പിന്നെ ഞാൻ തൽക്കാലത്തേക്ക് ഞാൻ അവിടെ നിന്ന് വിട വാങ്ങുകയാണ്. കാരണം പല ആളുകളും ചോദിക്കുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാം മുഴുവൻ നിങ്ങളുടെ മെസ്സേജുകളാണ്, എന്താ നിഹാൽ സാർ പോകുന്നത്, എന്താ നിഹാൽ സാർ പോകുന്നത്, എന്താ നിഹാൽ സാർ പോകുന്നത്. ഇതിനെ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്തു, ഒരു ഇമോഷണൽ ആക്കി നിങ്ങൾ ഇതിനെ കാണരുത്. എന്താണ് ഇതിൻ്റെ വശങ്ങൾ, ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഒക്കെ നമ്മൾ ഈ ഒരു വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ആക്ച്വലി മൈ ലാസ്റ്റ് ഡേ അറ്റ് എജ്യൂപോർട്ട്, എൻ്റെ എജ്യൂപോർട്ട് ഏറ്റവും അവസാന ദിവസമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളിലേക്ക് കാണിക്കുന്നത്. ദെൻ ഇനി അങ്ങോട്ട് ശരിക്കും മാർച്ച് മാസം 30-ാം തീയതി, അതായത് 8ാം ക്ലാസ്സിൻ്റെ അവസാന പരീക്ഷയാണ് എൻ്റെ അവസാന ടൈം. 30-ാം തീയതി നമുക്കറിയാം, പരീക്ഷയുടെ തലേ നമ്മൾ ഷുവർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു ഒരുങ്ങലാണ് ആദ്യം നമ്മളിങ്ങനെ മനസ്സിലായിരിക്കും. അവസാനമായിട്ട് എജ്യൂപോർട്ടിൻ്റെ ടീഷർട്ടൊക്കെ തന്നെ പറ്റിയൊക്കെ ചിന്തിക്കാം. പിന്നെ ടീം ഓൾറെഡി റെഡിയാണ്. നമ്മൾ അവസാനമായി ഒരു റോക്കറ്റ് ലൈവിൽ കയറാൻ വേണ്ടി പോവുകയാണ്. ഇത് സ്നേഹചുംബനാണ്. 8ാം ക്ലാസ്സിന്റെ ആദ്യത്തെ എനർജിക്ക് വേണ്ടിട്ട് തന്നെ നിങ്ങൾ ലൈക്കിന്റെ എണ്ണം അങ്ങനെ കൂട്ടി 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 കൂട്ടി. കാരണം ഒരൊറ്റ കാര്യം, നമുക്ക് ലൈക്ക് മാത്രമേ കാണാൻ കഴിയുള്ളൂ. ദാറ്റ്സ് വെരി വെരി യൂട്യൂബിൽ ബഗ് ഉണ്ട്, വ്യൂ കാണാൻ കഴിയില്ല. ശരിക്കും ലൈവിൽ കയറി നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താ പറയുക, നമ്മൾ അങ്ങ് വായ തോന്നിയ കാര്യങ്ങൾ, നമ്മളാ മൊമെന്റ് തോന്നിയ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ഷെയർ ചെയ്യുക. കാരണം നമ്മളിത് പറയാൻ പറ്റുന്ന കാര്യമാണോ, അല്ലെങ്കിൽ അത് ആ ഒരു മൊമെന്റിൽ നമുക്ക് ഒരിക്കലും എന്താ പറയുക, ആ ഒരു മൊമെന്റിൽ എന്താണ് റോ ആയിട്ടുള്ള ഒരു നമ്മുടെ ലൈഫാണ് ശരിക്കും നമ്മൾ ഇവിടെ ഈ ലൈവിൽ ഡിസ്കസ് ചെയ്യാറുള്ളത്. ഇല്ലെങ്കിലോട് വായിച്ചല്ലേ അണ്ണാ പറഞ്ഞതില് കാര്യണ്ട് കേട്ടോ. അല്ല സാദിക്ക് പറഞ്ഞതില് കാര്യണ്ട്. 3-ൽ മെച്ചക്കുറവ്. അതെ NFI NIH ഓരോ ചാപ്റ്റർ 2 ടോപ്പിക് നമ്മൾ പഠിച്ചു. 2 ടോപ്പിക് നിഹാൽ സർ, നാഫിസ് സർ, സഹദ് സർ, പവർ സ്റ്റാർ. നിഹാൽ സർ, നാഫിസ് സർ, സഹദ് സർ, പവർ സ്റ്റാർ. നിഹാൽ സർ, നാഫിസ് സർ, സഹദ് സർ, പവർ സ്റ്റാർ. അങ്ങനെ മാർച്ച് മാസം 31-ാം തീയതി വലിഞ്ഞ് മാർച്ച് മാസം അവിടെ തീരാണ്. രാവിലെ നമുക്കറിയാം മോർണിംഗ് റോക്കറ്റ് റിവിഷൻ ഉണ്ടോ 6 മണിക്ക്. ഇപ്പം എൻ്റെ വീട് തൊട്ടടുത്തായതുകൊണ്ട് ഞാൻ വീട്ടിൽ പോയിട്ടാണ് വരെ. നാഫിസ് സാറും അതുപോലെ തന്നെ സഹദ് സാറൊക്കെ ഇവിടെ കടന്നുറങ്ങാണ്. സഹദ് സാറൊക്കെ അവിടെ കാണാം. പിന്നെ കടന്നുറങ്ങുന്നത് തന്നെ നമ്മൾ ഓഫീസിൽ കടന്നുറങ്ങുക ചെയ്യുക. രാത്രി എവിടെയെങ്കിലൊക്കെ ഇറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അവിടെ കടന്നുറങ്ങും. ലൈറ്റൊക്കെ ഇടണ ഞാൻ ഉറങ്ങെടുക്കാണ്ട് കുട്ടികളെ മാനസികമായി പരാജയപ്പെടുത്തുന്ന ഇയാളാണ്. ഇത് നമ്മളെ സ്റ്റുഡിയോ ഏതാ? പിന്നെ എവിടാ സ്റ്റുഡിയോ? ഏതാ? പിന്നെ എത്ര സമയം ഉണ്ടാവും? ഓക്കെ, ടീഷർട്ട് മാറ്റിക്കാം. അതില്ലേ യെസ്, വൺസ് മോർ. അങ്ങനെ ഒരിക്കൽ കൂടി വീണ്ടും കുപ്പായം അണിഞ്ഞ് ലൈവിൽ കയറാൻ വേണ്ടി പോണ ഗൈസ്. യെസ്, അപ്പോൾ ഈ ഒരു റോക്കറ്റ് റിവിഷനോട് കൂടി ശരിക്കും ഒഫീഷ്യലി എജ്യൂപോർട്ടിൽ നിന്ന് ഇറങ്ങാട്ടോ മക്കളെ.
അപ്പോൾ യെസ്, ഒരിക്കൽ കൂടി എല്ലാവരോടും താങ്ക് യു മാത്രം. അപ്പോൾ ബാക്കി റോക്കറ്റ് റിവിഷനും കഴിഞ്ഞ് എല്ലാവരും ഒന്ന് കണ്ട് എല്ലാവരോടും ഒരിക്കൽ കൂടി യാത്രയൊക്കെ പറഞ്ഞ് താൽക്കാലികമായി നമുക്ക് എന്ത് ചെയ്യാം, പിരിയാം. എവിടേക്കാണ് ഇത് കഴിഞ്ഞ് പോകുന്നതൊക്കെ ഞാൻ എന്ത് ചെയ്യാം, പറയാം. അങ്ങനെ ഓഫീസാരെ വിളി വന്നു. ചാർജർ കൂടി പോയല്ലോ. യെസ്, ഇത് രജിസ്റ്റാറല്ലേ രജിസ്റ്റാറേ? അപ്പൊ നമ്മൾ അവസാനം ലൈവ് കയറാൻ പോണ ഓൾ ദിവസം ഞാൻ ഇന്നത്തെ ദിവസങ്ങൾ തന്നെയാണ് പൊളിച്ചടങ്ങി. ഇന്നത്തോട് കഴിഞ്ഞ് നമ്മളെ അവസാനം ലൈവ് ഞാൻ ഉദ്ദേശിച്ചത് ഓൾ ദിവസം അറിയാം. ജീവിതത്തിൽ ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സൗന്ദര്യം ഞാനും പ്രാർത്ഥിക്കുന്നു. മെന്റൽ സപ്പോർട്ട് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്തത് എജ്യൂപോർട്ടിന്റെ ബാച്ചിലാണ്. സോ കമന്റ് ബോക്സിൽ ഫോം ഉണ്ട്, വരൂ സാർ. കടം തരുമോ, കടം തരുമോ? ലാസ്റ്റ് വിളിക്കണേ. നന്നായിട്ട് വായിക്കാം, ക്വസ്റ്റ്യൻ വായിച്ചത് എന്താണ് പിന്നെ ഏറ്റവും അവസാനം നിങ്ങൾക്ക് ചില മോട്ടിവേഷനും ചില ടിപ്സൊക്കെ നമ്മൾ തരാറുണ്ട്. അതുകൂടി ശരിക്കും എന്താ പറയുക, 8ാം ക്ലാസ്സിൻ്റെ ലൈവ് അല്ലെങ്കിൽ എൻ്റെ ഇവിടുത്തെ അവസാന ലൈവ് കഴിയാണ്. എല്ലാവരോടും നമ്മളെന്താ പറയുക, അവസാനമായി കാര്യങ്ങളൊക്കെ പറഞ്ഞ് ലൈവ് ഇതാ അവിടെ എൻഡായി. പിന്നെ ശരിക്കും ലൈവ് കഴിഞ്ഞാൽ എന്തായാലും ഏർലി മോർണിംഗ് വരുന്നതാണ്. നമ്മളെ ഓഫീസ് തന്നെ കടന്നുറങ്ങാണ്ട് ചെയ്യാം. അപ്പം നമുക്ക് അവിടെ ഓഫീസ് ശരിക്കും ഒരു സെക്കൻഡ് ഹോം തന്നെയായിരുന്നു. നമുക്ക് എന്താ പറയുക, അങ്ങനെ ഒരു ഓഫീസാണ് അങ്ങനെ ഒരു ഫോർമൽ പരിപാടി ഒന്നും നമ്മളെ മനസ്സിലുണ്ടായിരുന്നില്ല. അപ്പോൾ എന്താ പറയുക, നമ്മളവിടെ കിടക്കലും എന്താ പറയുക, ഒരു ഫാമിലി ഒരു മൂഡായിരുന്നു നമുക്ക് ശരിക്കും അവിടെ. എല്ലാ ഭാവുകങ്ങളും നേരുന്നു. നന്നായി വാ. നന്നായി വാ. ടാറ്റ പറയാൻ കൂടുതൽ ഡയലോഗ് ഒന്നും വേണ്ട. ഇത് നമ്മുടെ ഡിസൈനിങ് ടീമാണ്. ഇവിടെ നിങ്ങൾക്ക് ഞാൻ ഒരു സാധനം കാണിച്ചു തരാം. ഇവിടെ നാഫി സാറ് നിഹാൽ സാറെ അങ്ങോട്ടും ഇങ്ങോട്ട് മാറിപ്പോകുന്നതിന് ഞങ്ങളെ ഫോട്ടോ ഒക്കെ ഇവിടെ പേര് ഒട്ടിച്ചവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ പുതിയ പുതിയ ഡിസൈനേഴ്സ് വരുമ്പോൾ ഞങ്ങളെ എൻ്റെ നാഫി സാറിൻ്റെ പേര് ശരിക്കും നിഹാൽ തന്നെ. അപ്പം നാഫി സാറെ വീട്ടിൽ നിന്ന് വിളിക്കുന്ന പെറ്റ് ശരിക്കും നാഫി എന്നുള്ളത്. അപ്പം ഞങ്ങൾ അങ്ങോട്ടും കൂടി മാറിപ്പോതെക്കാൻ വേണ്ടി നാഫി എന്നാണ് എന്ത് ചെയ്യുന്നത്. പിന്നെ മൊത്തത്തിൽ അങ്ങനെയാണ് നാഫി സാർ ആയത്. പിന്നെ ഇവരെ വക ചെറിയൊരു കേക്ക് കട്ടിങ് ഒക്കെ പിരിഞ്ഞു പോകല്ലേ, ഒരു സമാധാനത്തിൽ സന്തോഷത്തിൽ പിരിച്ചു വിടാന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഒരു ചെറിയ കേക്ക് കട്ട് ചെയ്തു. പിന്നെ ഇവരെ വക ചെറിയ ഗിഫ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു പരിപാടിയിലേക്കാണ് പോകുന്നത്. അപ്പൊ നീണ്ട 4 കൊല്ലം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു നിഹാലും. നീണ്ട 4 കൊല്ലം നമ്മുടെ കൂടെ നിഹാലും, 1 കൊല്ലവും 10 മാസം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഐഷയും നമ്മളെ വിട്ട് പിരിയാണ്. അത് ഓളാദ്യം പറഞ്ഞു. അപ്പോ അങ്ങനെ ഇത്രയും കാലത്തിനിടയ്ക്ക് നമുക്ക് ഒരുപാട് ഒരു പിടി നല്ല ഓർമ്മകൾ സമ്മാനിച്ച് ഒരുപാട് കാലം നമ്മുടെ കൂടെ നിന്ന് താങ്ങിലും തണലായും ഒക്കെ തന്ന ഇവര് ഞാൻ ആദ്യം വേദിയിലേക്ക് ക്ഷണിക്കാം. ആദ്യം സീനിയോറിറ്റി തന്ന സ്ഥാനം നിഹാൽ 5 വാക്ക് സംസാരിക്കും. ഏറ്റവും സ്നേഹം നിറഞ്ഞ എജ്യൂപോർട്ടിലെ ആദ്യം ഫാമിലിയും പിന്നെ സ്പോർട്സ് ടീമുമായി മാറിയ നമ്മളെ അംഗങ്ങള്, അങ്ങനെ എന്താ പറയാ, നമ്മളെല്ലാവരും ടീച്ചേഴ്സാണ്. ഓരോ വർഷവും നമ്മളെ കുട്ടികൾ ഓരോ ക്ലാസ്സിലേക്ക് പോകുന്ന പോലെ എന്ന രീതിയിൽ മാത്രം നമ്മൾ തൽക്കാലത്തേക്ക് ഒരു സ്ഥാപനത്തിൽ നിന്നാണ് മറ്റൊരു സ്ഥലത്തേക്ക് ഒരു ചേഞ്ച് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. വിസിറ്റിംഗ് എന്തായാലും വിസിറ്റിംഗ് തന്നെയാണ്. എന്നിരുന്നാലും എല്ലാ കാര്യങ്ങളും അടിപൊളിയാവട്ടെ, ഇവിടുത്തെ കാര്യങ്ങൾ അടിപൊളിയാവട്ടെ, ഞാൻ പോണ കാര്യങ്ങൾ അടിപൊളിയാവട്ടെ. പിന്നെ എന്താണ് പറയാ, താങ്ക്സ്. പിന്നെ ഒന്നും ഒച്ചക്കാവണല്ലോ ലിജേഷ് ചേട്ടനാണ് ഇന്റർവ്യൂ എടുത്തത്. അതുപോലെ നല്ല 4 വർഷം എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എന്റെ ഒരു കോളേജിനെക്കാട്ട് ഞാൻ കൂടുതൽ കുറെ കാര്യങ്ങൾ പഠിച്ചൊരു സ്ഥലമാണ്. കോളേജിൽ അത്യാവശ്യം ഒന്നും പഠിച്ചിട്ടൊന്നുമില്ല. ഇവിടെയാണ് പ്രൊഫഷണലി അങ്ങനെ കുറെ കാര്യങ്ങൾ ഒരുപാട് സ്കില്ലുകളൊക്കെ പഠിക്കാൻ ശരിക്കും ഇവിടുത്തെ ഒരു 4 വർഷമാണ്. എനിക്ക് പിന്നെന്താ പറയാ, വെറും ചാപ്പൂക്കിലെ നിഹാൽ സാറാക്കി മാറ്റിയത് വലിയ റോളുണ്ട്. എല്ലാ മേഖലയിലും നമുക്ക് ഇടപെടാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഒരുവിധം എല്ലാ മേഖലയെ പറ്റിയും ചെറിയ ധാരണ കിട്ടും. നമുക്ക് ഒരു ബിഎഡ് മാത്രം പഠിച്ച് എന്താ പറയുക, ടീച്ചിങ് ഫാക്കൽറ്റി മാത്രം പോയി ഒരിക്കലും കിട്ടാൻ സാധനം. ശരിക്കും ഞാനിപ്പോ ഇവിടെ നിർത്തി പോയാൽ സ്കൂൾ മാത്രം പഠിച്ചു പോകണം, ചിലപ്പോൾ ഇവിടെ മുരടിച്ചു പോയി. ബാക്കി എല്ലാ ഫാക്കൽറ്റീസും പിന്നെ നാഫിയും സുഹൈലൊക്കെ ആണെങ്കിൽ നമ്മൾ പഠിക്കുന്ന കാലം മുതൽ നമ്മളെ കൂടെ
പിന്നെ എപ്പോഴും നമ്മളെ കൂടെ ഉണ്ട്. ഇവിടെ വന്ന ഒരുപാട് ആളുകൾ നമ്മളെ കൂടെ വന്ന് എന്താ പറയാ ഒരു കൊളീഗ്സിനെ പ്രത്യേക ഒരു കോളേജ് വൈബിലേക്ക് എത്തിപ്പെട്ട ആൾക്കാരാണ്. അതൊന്നും മിസ് ചെയ്യാൻ പോകുന്നില്ല, നമ്മളൊന്നും കാണുമല്ലോ, നമ്മുടെ അടുത്ത് തന്നെ അല്ലേ. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. അതുകൊണ്ട് വേറെ പറ്റിയൊന്നും ചിന്തിക്കില്ല, അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. പിന്നെ എന്താ പറയാ, ഇപ്പോ ഏതായാലും ഞാൻ ഇന്നലെ വാട്സപ്പിൽ ഇൻസ്റ്റാഗ്രാമിൽ സ്ക്രോൾ ചെയ്ത ഒരു സാധനം കണ്ടിരുന്നു. എവറി ഹ്യൂമൻ ബീയിങ് ഡിസേർവ് എ ബെറ്റർ സെൻഡ് ഓഫ്. പിന്നെ നമ്മൾ എന്നെപ്പറ്റി 2 വാക്ക് പറയാൻ സാറിനെ വിളിക്കുകയാണ്. സാറിൻ്റെ ചില അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് മറന്നും പോയി. ഇംഗ്ലീഷാണ് പറഞ്ഞത്. അല്ല, ആദ്യം വരുമ്പോഴേ നിഹാൽ സാറിന് ഭയങ്കര പേടിയാണായിരുന്നു. അത് പേടിന്റെ കാരണം പറഞ്ഞാൽ 2 സ്റ്റുഡിയോ നമുക്കുള്ള, ഒന്ന് രാമനാട്ടുകാവ്, ഒന്ന് പന്തിരാങ്കാവ് ഒരു വീട്. അപ്പോ എനിക്ക് പൊളിറ്റിക്സ് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ കോൾ ചെയ്തിട്ട് നഫ്സർ പറഞ്ഞു, നിഹാലെ മറ്റേ വന്നിട്ടുണ്ട്, ചാപ്റ്റർ കൊടുക്കണം. അപ്പോ നിഹാൽ സാർ ഇങ്ങനെ വന്നിട്ട് പറഞ്ഞു, ഓക്കെ ഈ ആയിരുന്നു അല്ലേ അത് ഓർമ്മ. അപ്പൊ എനിക്ക് ആകെ പേടി, ഞാൻ ഇതെന്താ എന്നൊക്കെ പറയുമ്പോൾ ഇതിന്റെ സംഭവമായിട്ടല്ല നമ്മൾ കാണുന്നത്. ഇവിടെ തന്നെ അപ്പോ നിഹാൽ സാർ പറഞ്ഞു 1 to 6 ചാപ്റ്റർ നീ എടുക്കണം. അപ്പൊ ഞാനെന്താ ഇതെങ്ങനെയെങ്കിലും ഇവിടെ പിടിച്ചിട്ടുള്ളത്. നിഹാൽ സാർ പറഞ്ഞാൽ ഓക്കെ തന്നെ. അങ്ങനെ ഓരോ ചാപ്റ്ററുകളും പിടിച്ച് ഇങ്ങനെ എനിക്ക് തന്നിട്ട് അല്ലേ. കുറെ ചാപ്റ്റർ എനിക്ക് ആയി. പക്ഷെ നിഹാൽ സാറാണ് എല്ലാ ഉടായ്പും പഠിപ്പിച്ചത്. അതും പഠിപ്പിച്ചത്, ചട്ടം നേരം പഠിപ്പിച്ചത്. പിന്നെ സ്ലൈഡ് എങ്ങനെ കാണാതെ ഇങ്ങനെ സ്പീഡിൽ അടിച്ചിടല്, കുത്തിടല് പഠിപ്പിച്ചിട്ടുണ്ടാവും. എന്നിട്ട് വരാൻ തോന്നുന്നത് അല്ല, എന്തായാലും ഒരു ദിവസം ഇപ്പോഴും നമ്മളൊരു കോൾ ഇങ്ങനെ മിസ് ചെയ്യാൻ പോകുന്നില്ല. ഒരു ഫോം അടിച്ചാൽ കിട്ടുന്നത് പുറത്താണ്. എല്ലാ ഞായറാഴ്ച കൊണ്ട് ഓഫീസിൽ നിന്നെനിക്ക് പോകുമ്പോൾ പിന്നെ പറയാൻ ഞാൻ ഒന്നാമത് ഐസിനാകും വളരെ കുറച്ച് ഞാനിപ്പോ ഒരു 5-8 അത്രയും കൊല്ലത്തെ ബന്ധമുണ്ട്. അപ്പൊ അതിലാകെ ഈ ചുപ്പുള്ള 4 പേര് ഒരുമിച്ചിട്ടായിട്ടുള്ളൂ. ബന്ധത്തിന് പ്രശ്നം ഉണ്ടാവില്ല. എനിക്ക് വന്നത് ആദ്യത്തെ 1 ഓഫ് ദ ടീച്ചറാണ്. ഇത്ര 4 കൊല്ലായില്ലേ. 4 കൊല്ലത്തെ സേവനത്തിന് ശേഷം എല്ലാവർക്കും അല്ല 2 ബെസ്റ്റ് വിഷസ്. പിന്നെ വീഡിയോയുടെ ലെങ്ത് കൂടേണ്ട വെച്ചാൽ കുറേ ആളുകളുടെ റിവ്യൂ ഇങ്ങനെ കട്ട് ചെയ്താണ്. പിന്നെ നമ്മൾ എന്താ അവർ വാങ്ങിയ കേക്കൊക്കെ കട്ട് ചെയ്ത് നമ്മൾ തൽക്കാലത്തേക്ക് എന്ത് ചെയ്യാണ് ഈ ഒരു സെഷൻ, ഈ കേക്ക് കട്ടിങ് ഇവിടെ വാങ്ങിയ സെഷൻ ഓക്കെ, താങ്ക് യു സോ മച്ച്. വി വിൽ മിസ് യു. നിങ്ങളൊരു അടിപൊളിയാണ്. കാരണം നിങ്ങളടുത്ത് കുറേ സജഷൻസ് ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് ഭയങ്കര, അതായത് നല്ല ഉള്ള കാര്യം ഉള്ള പോലെ പറഞ്ഞുതരും, കറക്റ്റായിട്ട് സജഷൻസ് പറഞ്ഞുതരും. ഞാൻ എന്താ പറയുക, എൻ്റെ സീനിയറായിട്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് കണ്ടിട്ടില്ല, ഇനി ഇവിടെ നിന്നാണ് പിന്നെ കാണുന്നത്. പക്ഷേ ഒരു നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്തിനും റിലൈ ചെയ്യാൻ പറ്റുന്ന ഒരാൾ, അങ്ങനെ ഒരു മനുഷ്യനാണ്. എ ഗുഡ് ഹ്യൂമൻ ബീങ്. വിഷമമുണ്ട് ഞാൻ, അതായത് ഇപ്പം ഇവിടുന്ന് നമുക്ക് കുറച്ചെങ്കിലും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ ഇങ്ങനെ പോകുമ്പോൾ. പിന്നെ വേറെ കാര്യമുണ്ട്, പ്രാവശ്യത്തെ പെരുന്നാളിന് ഞാൻ വെറുതെ ഒരു മെസ്സേജ് ഇട്ടപ്പോൾ മൂപ്പര് എന്നെ ആദ്യമായിട്ട് പെരുന്നാളിന് ഈ നാളെ വീട്ടിലേക്ക് വന്നു പറഞ്ഞു. ഞാൻ എനിക്ക് കണ്ണിന്ന് വെള്ളം വന്ന് വിളിച്ചപ്പോ പോയില്ല. പക്ഷെ മൂപ്പര് വിളിച്ച് നാളെ എന്താ പരിപാടി, നേരെ വീട്ടിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് മൂപ്പരാ വിളിച്ചത്. പിന്നെ ഷാമിലൊക്കെ വിളിച്ച്. പക്ഷെ ഗുഡ് ഹ്യൂമൻ ബീങ്. എന്താ പറയാണ്ടോ, ഞാൻ ആരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് നിഹാൽക്ക് നല്ല ജെന്യൂൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെന്നുള്ളത്. സത്യം കാര്യമായിട്ട് പറയാണ്, സത്യം ജെന്യൂൻ ആയിട്ടുള്ള ഒരു പേഴ്സൺ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഫസ്റ്റ് ലൈവ് കയറുന്ന സമയത്ത് സോഷ്യലിന്റെ ലൈവ് ആയിരുന്നു ഫസ്റ്റ് കയറിയത്. അപ്പൊ നിങ്ങളെ കൂടെ കാര്യം ഓർമ്മയുണ്ടോ? രാമനാട്ട് കയറിയായിരുന്നു. അത്ര തന്നെ, വേറെ ഒന്നുമില്ല. വി വിൽ മിസ് യു. എന്താ പറയാ, നിങ്ങളെ ഭയങ്കര പോസിറ്റീവായ ഒരാളായിരുന്നു ഇവിടെ. പിന്നെന്താ, നിങ്ങളെ മുഖം കാണുമ്പോൾ അത്ര സ്ട്രെസ്സൊക്കെ നമുക്ക് ഫീൽ ചെയ്യും ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ.
ഇനി പോണ സ്ഥലത്തും അടിപൊളിയാവട്ടെ. ഓൾ ദ വെരി എത്ര ആദ്യം ഹനീന ഓക്കെ, ഞാൻ എന്തൊക്കെയാണ് പറയാം. ഞാൻ ആദ്യം വന്ന സമയത്ത് ഇവിടെ കുറേ ടീംസൊക്കെ ആയിരുന്നു. അപ്പം എനിക്ക് വന്നതിൽ ഓരോരുത്തരെ നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ഇങ്ങനെ ഓരോരുത്തരെ ഇയാളിങ്ങനെ ആ ഒരു ഫസ്റ്റ് ഇംപ്രഷനിലായിരുന്നു. അപ്പോൾ ആ ഫസ്റ്റ് ഇംപ്രഷനിൽ ഏറ്റവും ഇഷ്ടപ്പെടാത്ത ഒരാൾ അറിയുന്നത് നിഹാൽക്കായിരുന്നു. അത് ഫസ്റ്റ് വരവ് കാല് കയറ്റി ഒരു ക്യാപ്പൊക്കെ ഇട്ട് ചെയറിലിരിക്കുന്ന അതാണോ ഐഷ? ഹായ്. അതുപോലെ ആരോട് അടക്ക് എനിക്കിനിയും പറയാണ്ട് കുറെ ഇപ്പൊ. അതുപോലെ ആരോട് അങ്ങനെ സംസാരിക്കൊന്നുമില്ല. കുറച്ച് ആ ഒരു കൂടിൻ്റെ ഉള്ളിലിരുന്ന് കുറച്ച് ഗേൾസും കുറച്ച് ബോയ്സും ഓരോട് മാത്രമേ സംസാരിക്കുള്ളൂ. അപ്പൊ തന്നെ ഞാൻ കുറിച്ച് വെച്ചു, ഇയാള് വേണ്ട, ഇയാളത്. പക്ഷേ ഒരു വൺ ഇയർ അങ്ങനെ നമുക്ക് അത്രയായിട്ട് നിഹാൽക്കായിട്ടൊന്ന് പരിചയമുണ്ട്, സംസാരിക്കലുണ്ട്, എന്നാലും അത്രത്തോളം ഇതൊന്നുമില്ലായിരുന്നു. പിന്നെ ആ ഒരു 1 ഇയർ കഴിഞ്ഞ സമയത്ത് നിഹാൽക്ക് പിന്നെ അടിപൊളിയായിരുന്ന സെറ്റ് മനുഷ്യൻ. ഫസ്റ്റ് ഇംപ്രഷൻ പക്ഷെ നല്ല അടിപൊളിയാട്ടോ. ഞാൻ ഇത് ഓഫ്ലൈനൊക്കെ എടുക്കൽ കുറവാണ്. നിഹാൽക്കിന്റെ ക്ലാസ്സിലാണ് ഞാൻ കാര്യമായിട്ട് പിന്നെ ഇടക്കിടക്ക് ഫുഡൊക്കെ ഉണ്ടെങ്കിൽ നോമ്പ് വിൽക്കാൻ നോമ്പ് തുറക്കാൻ ഒന്നും ഇല്ലാണ്ട് ഞങ്ങൾ വിഷമിച്ചിരിക്കുമ്പോ ഞങ്ങൾ രണ്ടാളെയും വിളിച്ച് വാ മക്കളെ പോര് ഭക്ഷണം തന്ന് അങ്ങനെ ഇടക്കിടക്ക് ഫുഡൊക്കെ തരും കേട്ടോ. ഒരു പാവം ഒരു കാക്കയിനും അല്ല നല്ലൊരു കാക്കയിനും അടിപൊളി. നിയാൽക്കനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിയാൽക്കര വന്നത് കണ്ടവിടെ വന്നിട്ടാണ്. അതിന് മുമ്പേ ഞങ്ങൾ കണ്ടുമുട്ടിയത്. എവിടെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് കൊറോണക്കായ സമയത്ത് ഇങ്ങനെ ട്യൂഷൻ എടുക്കാൻ വേണ്ടിയിട്ട് അന്ന് യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്യുമല്ലോ. ആ സെർച്ച് ചെയ്ത സമയത്ത് ഒരു ടെക്സ്റ്റ് ബുക്കും പിടിച്ച് കണ്ണടി വെച്ച് തലങ്ങും വിലങ്ങും നടക്കണം. വായിക്കുന്ന ടെക്സ്റ്റ് ഉറക്കെ വായിക്കുന്നുണ്ട്. ഒരു ഇത്രയുള്ള ബോർഡും കുഞ്ഞു ബോർഡ് അല്ലേ. പിന്നെ നമ്മള് ഓൺലൈൻ ക്ലാസ്സുകൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ആളായതുകൊണ്ട് ഇവിടുത്തെ സോഷ്യൽ ട്രിയോനെ കുറിച്ച് ആദ്യം അറിയാനും. പിന്നെ പറഞ്ഞാൽ ആള് കുറച്ച് ടഫാണ് ദ ഫസ്റ്റ് ഗ്ലാൻസ്. അപ്പം പിന്നെ അണ്ടിനോട് അടുക്കുമ്പോഴേ പുളി അറിയുള്ളൂ എന്ന് പറഞ്ഞ പോലെ ആൾക്കാരോട് അടുക്കുമ്പോഴേ ശരിയായ ക്യാരക്ടർ നമുക്ക് കിട്ടുള്ളൂ എന്നുള്ള. മിനിച്ചാറ്റ് എനിക്കും അല്ല നല്ല എഡിറ്ററാണ്. അധ്യാപകരല്ലേ? അല്ല അധ്യാപകരല്ലാത്തതുകൊണ്ടാണ് പറഞ്ഞത് പുറത്താക്കിയത്. നമുക്ക് എന്തായാലും നമ്മളെ സോഷ്യൽ ടീമിൽ നിന്ന് ഒരാള് മിസ്സായി പോയി, 2 ആള് മിസ്സായി. പിന്നെ അപ്പോ ഒന്നും കൂടി സ്റ്റാർട്ടിങ് അപ്പോൾ സോഷ്യൽ സയൻസിൽ നിന്ന് അങ്ങനെ 4 പേരായിരുന്നു നമ്മൾ. അപ്പോൾ ആ 2 പേര് പോയി. പിന്നെ അതുപോലെ തന്നെ നമ്മളെ അപ്പൊ ഞങ്ങളൊരു ഹ്യൂമാനിറ്റീസ് എന്നുള്ള ഒരു ബെൽറ്റും കൂടി ഉണ്ട്. ആ ഹ്യൂമാനിറ്റീസിന്റെ പൊളിറ്റിക്സ് ഒക്കെ എടുക്കുമ്പോൾ നിഹാൽ സാർ എന്ന് പറഞ്ഞിട്ട് സ്റ്റുഡിയോന്റെ പുറത്തുനിന്ന് ഒരു ഒച്ചത്തിൽ വിളിക്കലുണ്ട്. ആ വിളിയാണ് കുട്ടികൾക്കിടയിൽ ഇപ്പോഴും ഇങ്ങനെ മുഴങ്ങി കിടക്കണേ. വേമാന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അപ്പോൾ അതൊരു ഇതന്നായിരുന്നു പൊളിറ്റിക്സിൽ. ഇതാണ് ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്, മനസ്സിലാക്കി വെക്കാം. നിഹാൽ സാർ സീരിയസ് ആയിട്ട് തന്നെ കാണാം. ഈ കാര്യങ്ങൾ എസ്എ ലെവലിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. സാർ ബോക്സിൽ ഒന്ന് റെഡ് ഹാർഡ് ഇട്ടേ. അപ്പോ പരിപാടി ലൈവ് ഇടുന്നിട്ട് ഞാൻ കേറലല്ലേ. അമ്മേനോടെ പോകാൻ പാർട്ടി മീറ്റിംഗ് സ്കൂളിലെ പരിപാടി അന്ന് നിഹാലുമായിട്ടുള്ള ഒരു ഓർമ്മ ഒരിക്കലും അവസാനിക്കുന്നില്ല. കാരണം ഇനിയും എല്ലാ മാസവും എല്ലാ ആഴ്ചയും ഇവനെ വീണ്ടും വീണ്ടും കാണണം. അത് അങ്ങനെ റിയാലിറ്റി പറയുകയാണെങ്കിൽ ഇത് അവസാനിക്കുകയാണ്. മനുഷ്യനാണ്, മാറും മടുക്കും മരിക്കും.
എനിക്ക് മാറി നീണ്ട 15 പറയാം അല്ലേ, നീണ്ട 18 കൊല്ലത്തെ ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ. നീണ്ട 18 കൊല്ലത്തെ ബന്ധമാണ്. അപ്പം എജുപോഡ് എത്തുന്നതിന് മുന്നേ അറിയാം, എജുപോഡ് എത്തിയതിനു ശേഷം അറിയാം, എജുപോഡ് പോയാലും ഹൃദയത്തിന്റെ ഉള്ളിൽ. ഇത് ഒരു വീഡിയോയുടെ പിന്നെ ഹൈലൈറ്റിന് വേണ്ടി ബൈറ്റിന് വേണ്ടിയിട്ട് ക്ലിപ്പ് ബൈറ്റോ പറഞ്ഞല്ല. നിഹാലിനൊരു സ്ഥാനം ഉണ്ടെങ്കിൽ എൻ്റെ വൈഫ് കഴിഞ്ഞാൽ 3ാമത്തെ സ്ഥാനം നിഹാലിനാണ്. വേറെ കൊടുക്കണം. എവിടെയോ എന്തോ തകരാറ് പോലെ. പിന്നെ നിഹാലിനെ കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ സ്ക്രീനിൽ കൂടെ കാണുന്നേക്കാൾ അടിപൊളിയാണ് നിഹാല്. പക്ക ജെനുവിനാണ്, സ്വന്തം കുടുംബത്തിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളാണ്. പിന്നെ ചെയ്യുന്ന വർക്കിൽ 100% പ്രൊഫഷണലിസം കീപ്പ് ചെയ്യുന്ന ആളാണ്, പെർഫെക്ഷനിസ്റ്റ് ആണ്. പിന്നെ ഒരു വർക്ക് ഏൽപ്പിച്ചാൽ അതിന്റെ എല്ലാ ലൂപ്പ് ഹോൾസും ക്ലിയർ ചെയ്ത് ബെസ്റ്റ് ആക്കുന്ന ആളാണ്. ഇനിയും പറയണമെങ്കിൽ വേറെ ഒന്നും തരണം. സോ ഗൈസ്, പിന്നെ എന്താ പറയാ, ഒന്നും എവിടെ അവസാനിക്കുന്നില്ല, ഓരോ ചാപ്റ്റർ മാത്രമേ ഓരോ സ്ഥലത്തും പോകുന്നുള്ളൂ. അപ്പോൾ എനിവേ താങ്ക് യു സോ മച്ച് ഫോർ മേക്കിംഗ് മീ. എന്നെ നിഹാൽ സാറാക്കി മാറ്റിയത് മൊത്തം നിങ്ങൾ തന്നെയാണ് കാണുന്ന ആൾക്കാർ. അപ്പോൾ നമ്മൾ എന്താ പറയാ, മോഹൻലാൽ സിനിമയിൽ പറഞ്ഞ പോലെ തുടരും. സ്തംഭിച്ചു പോയാണ്. ഈ വീഡിയോ കണ്ടിട്ട് യൂട്യൂബ് മറ്റും ചെയ്യോ? അല്ല കവിടത്തേക്ക് പ്രശ്നമല്ല. ഞങ്ങൾ കൊടുക്കട്ടെ, ഇങ്ങനെ നല്ല ശീലുണ്ട്. ഇങ്ങോട്ട് റെഡി 1 2 3 സ്റ്റാർട്ട്. ഞങ്ങളെ ഇവിടെ വാങ്ങൽ ചുംബനം. ഇത് കണ്ടോ, ഇത് ക്യാമറക്ക് പുറത്ത്. ഓക്കെ, സോ താങ്ക് യു, ബൈ. പിന്നെ എല്ലാവരും കൂടെ ഒന്ന് ചേർന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് ചില ഓർമ്മകളൊക്കെ ക്യാപ്ചർ ചെയ്ത് വെക്കാന്ന് വിചാരിച്ചു. പിന്നെ ഓഫീസ് തറങ്ങി എല്ലാവരും പോയത് കോഴിക്കോട് മന്തി ഹൗസിലേക്കാണ്. ഏതായാലും എന്നെ പിരിച്ചിട്ടാകെ എൻ്റെ ആകെ എല്ലാവർക്കും മന്തി നിറഞ്ഞു. ഞാൻ ഐഷ മിസ്സുമാടെ എല്ലാവർക്കും മന്തിയൊക്കെ വാങ്ങിക്കൊടുത്തു. എല്ലാവരും അങ്ങനെ വയറ് നിറച്ച് കഴിച്ച് റേസൊക്കെ തീർന്നു. ഞാൻ റേസ് ഓപ്പൺ ആക്കേ. എല്ലാരും ഭക്ഷണം കഴിച്ച് എല്ലാരും ഹാപ്പി അല്ല അണ്ണാ? എന്താ ഫാമോ? ഡബിൾ ഹാപ്പി. പ്രശ്നം നമുക്കുള്ളൊരു വണ്ടി. പിന്നെ അവിടെ ഞങ്ങൾ നേരെ പോയത് കുറ്റിച്ചിറ. നല്ല സർവത്തുണ്ട്, നല്ല സർവത്തിൻ്റെ വലിയ ഗ്ലാസ്സിൽ സർവത്തുണ്ട്. പിന്നെ അവിടെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഞാനും വൈഫൊക്കെ ഞങ്ങൾ ടൗണിൽ ഇറങ്ങിയാൽ ഞങ്ങൾ ഡെയിലി ഞങ്ങൾ ടൗണിൽ ഇറങ്ങിയാൽ ഞങ്ങൾ നിർബന്ധമായി അവിടെ കയറി ഗ്ലാസ് വെള്ളം കുടിക്കും. അപ്പോൾ നല്ല രസമുള്ള ഞങ്ങൾ അവിടെയും കൂടി കയറി പിന്നെ ഒരു സർവത്തൊക്കെ കുടിച്ച് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞ് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ എൻ്റെ കയ്യിലിരിക്കുന്നത് ജൂനിയർ നിഹാൽ സാറാട്ടാ. പിന്നെ അവന് പിന്നെ ഈ സർവത്ത് നിന്ന് കുടിക്കാൻ നല്ല കരിക്ക് ജ്യൂസ് അടിക്കാൻ പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. അപ്പോൾ മക്കളെ എന്താ പറയുക, ഒരു അവസാന ദിവസം ഇങ്ങനെ തന്നെ ശരിക്കും പറയാം, എജുപോഡിലെ അവസാന ദിവസമായിരുന്നു. ആ ദിവസം മൊത്തം ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചു. കാരണം ഇത് അവസാനം പറയാനുള്ള എനിക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്താ പറയുക, താങ്ക് യു. എജുപോഡിലെ എൻ്റെ ആ ഒരു ദിവസം, നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ട ആളുകൾക്ക് എൻ്റെ ആ ഒരു ദിവസം അവസാനിക്കുന്നത് എനിക്ക് ഒരുപാട് എന്താ പറയുക, ഒരുപാട് ഓർമ്മകൾ നൽകിയിട്ടാണ് ശരിക്കും എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവൻ കണ്ട ആളുകളാണെങ്കിൽ ആ ഒരു ദിവസം അവസാനിക്കുന്നത്. കാരണം എനിക്ക് അവിടെ കിട്ടിയ ഒരുപാട് ആളുകളുണ്ട്. ഒരിക്കലും എനിക്ക് അവരെ, എൻ്റെ കൊളീഗ്സ്, കൂടെ ജോലി ചെയ്യുന്ന ആളുകളിൽ നിന്ന് എനിക്ക് ഒരിക്കലും വിളിക്കാൻ പറ്റാത്ത, എന്താ പറയുക, ആസ് ഒരു ഫാമിലിയെന്നോ ഫ്രണ്ട്സെന്നോ അത്രത്തോളം എന്താ പറയുക ഇമോഷണലി നമ്മളെ ലോക്ക് ചെയ്യുന്ന വലിയൊരു, അത് റയറാണ്. പല ആളുകൾ, ഒരുപാട് ആളുകൾ പല സ്ഥലത്ത് ജോലി ചെയ്യുമ്പോഴും ഇങ്ങനത്തെ ഒരു ടീമിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര റയറാണ്. അതിൻ്റെ ഒരു സന്തോഷം, അതിൻ്റെ ഒരു സേഫ് സോൺ, അതിൻ്റെ ഒരു എന്താ പറയുക, അതിൽ തന്നെ ആയിരുന്നു കുറേ കാലം. അപ്പോൾ ഒന്ന് ആ ഒരു സേഫ് സോൺ ബ്രേക്ക് ചെയ്തിട്ട്, എന്താണ് നമ്മൾ പറയുന്ന ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തിട്ട് കുറച്ചും കൂടി എന്താ പറയുക, നിങ്ങൾക്ക് തന്നെ, ഞാൻ ഒരിക്കലും നിങ്ങളിൽ നിന്ന് എവിടെയും അകന്നു പോകാൻ എനിക്കറിയില്ല. കാരണം നിങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ ഒരിക്കലും എനിക്ക് എൻ്റെ ജീവിതം അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നില്ല, എനിക്കറിയില്ല. കാരണം അത്രത്തോളം നിങ്ങളുമായി സംവദിക്കുക, നിങ്ങളിലേക്ക് ക്ലാസ്സുകൾ എത്തിക്കുക, നിങ്ങൾ അക്കാഡമിക്സ് ആയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുക, അതിനപ്പുറത്തേക്ക് വേറൊരു ജോലി എനിക്ക് ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെട്ട ഒരു ജോലി ചെയ്യുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി തന്നെയാണ് ഞാൻ പിന്നെ, അല്ലെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് അടുത്തൊരു, അല്ലെങ്കിൽ എൻ്റെ അടുത്തൊരു പ്രൊജക്റ്റ് എന്നോ അല്ലെങ്കിൽ അടുത്തൊരു
യാത്ര എന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താണെന്ന് കൂടുതൽ ഡീറ്റെയിൽസൊക്കെ അടുത്തൊരു വീഡിയോ ഞാൻ ഷെയർ ചെയ്യും. നിർബന്ധമായും ആ അടുത്തൊരു വീഡിയോ നിങ്ങൾ കാണണം. ഒരു വിദ്യാർത്ഥി എന്ന രീതിയിൽ നിങ്ങൾ അക്കാഡമിക്സിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും അടുത്തൊരു വീഡിയോ. അതിൻ്റെ കാരണം എനിക്ക് കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യേണ്ടതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു ഫോർ നിഹാൽ എന്ന ഒരാളെ നിഹാൽ സാറാക്കി മാറ്റിയത് നിങ്ങൾ ഓരോരുത്തരാണ്. അതിലൊരു സംശയമില്ല. നിങ്ങൾ ഓരോരുത്തരുമാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ സ്വീകരിച്ചുകൊണ്ട് എൻ്റെ നല്ല വശങ്ങൾ നിങ്ങൾ എനിക്ക് മനസ്സിലാക്കി തന്നുകൊണ്ട് എൻ്റെ ഓരോ ഫീഡ്ബാക്കുകളിലൂടെയും മെസ്സേജുകളിലൂടെയൊക്കെ നിങ്ങളും ഞാനും തമ്മിൽ എത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്നു, നമ്മൾ എത്രത്തോളം കണക്ട് ചെയ്ത് കിടക്കുന്നു എന്നൊക്കെ എന്നെ മനസ്സിലാക്കിയത് നിങ്ങൾ മാത്രം. അപ്പോൾ നിങ്ങൾ നിങ്ങളെന്ന വിദ്യാർത്ഥികൾ, സ്റ്റുഡൻറ്റ്, എപ്പോഴും നിങ്ങളുടെ പക്ഷത്ത്, വിദ്യാർത്ഥി പക്ഷത്ത് തന്നെ ഞാനുണ്ടായിരിക്കും. നിങ്ങളുടെ അക്കാഡമിക്സ് വൈസായ എന്താ പറയുക, അതിന് എത്രത്തോളം എന്നെക്കൊണ്ടും അല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടുന്ന കമ്മ്യൂണിറ്റിയെ കൊണ്ടും എത്രത്തോളം മികച്ചതാക്കാൻ സാധിക്കുമോ അതൊക്കെ ചെയ്യാനും ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടായിരിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക് യു സോ മച്ച്. ഇതൊരിക്കലും അവസാനിക്കുന്നുണ്ട്, നമ്മുടെ ബന്ധം ഒരിക്കലും അവസാനിക്കുന്നില്ല. ചിലപ്പോൾ എൻ്റെ ശ്വാസം നിലയ്ക്കുന്നവരെയോ നിങ്ങളുടെ ശ്വാസം നിലയ്ക്കുന്നവരെ അത്രത്തോളം നമ്മുടെ ബന്ധങ്ങൾ എന്ത് ചെയ്യട്ടെ, നിലനിൽക്കട്ടെ എന്ന് മാത്രമേ തൽക്കാലം എനിക്ക് പറയാനുള്ളൂ. എല്ലാവരോടും താങ്ക് യു സോ മച്ച്. നന്ദി.